മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. അലൻ വന്നിട്ടുണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ അലൻ. ആശങ്കയുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ പരാതി കൊടുത്തു. ഇല്ല, പിടിക്കോ? എനിക്ക് എന്റെ ടീമിനെ വിശ്വാസമാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാണ് അലൻ. അലൻ നമ്മുടെ ക്യാപ്റ്റൻ ആണ്. ഫൈനലിന് തൊട്ട് മുമ്പ് അലൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ അലൻ. അലൻ, NTBR പറയുന്ന നിയമാവലിയിൽ വള്ളംകളി നടന്നാൽ എനിക്ക് ഉറപ്പാണ് കപ്പ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നുള്ളത്. പക്ഷെങ്കിൽ അതൊന്നും പറയാനല്ല ഞാനിപ്പോൾ വന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞങ്ങളുടെ വള്ളത്തിലുള്ള ഓരോ തുഴച്ചിക്കാരെയും ചെക്ക് ചെയ്യുക. ഓരോരുത്തരും അവരുടെ പേരും അഡ്രസ്സും വിളിച്ചു പറയും. മറ്റു വള്ളത്തിൽ അതുകൂടെ പറഞ്ഞിട്ട് തുഴയ്ക്കാവും. 10, 40, 50 പേരാ ഓരോ വള്ളത്തിൽ ഇരിക്കുന്നത്. അതിന്റെ പ്രതിഷേധം പരാതിയായിട്ട് ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചാനലിൽ കൂടെ അറിയണം. തീർച്ചയായിട്ടും NTBR സൊസൈറ്റിയുടെ സംഘാടകരുടെ ശ്രദ്ധയുടെ പേര് അങ്ങനെ ഒരു വള്ളത്തിന്റെ മാത്രം പേര് ചോദിക്കുന്നത് ശരിയല്ല. എല്ലാ വള്ളത്തിലെ ആൾക്കാരുടെ കളിക്കാരുടെ പേര് ചോദിക്കണം. അങ്ങനെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ജയിക്കാൻ സാധ്യതയുള്ള ടീം കള്ളത്തരം കാണിക്കുന്നു പറഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 100% അലന്റെ ടീം, അതായത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ടീം 100% നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അടുത്ത് മാത്രം പേര് ചോദിക്കുകയും ബാക്കിയുള്ള ക്ലബ്ബുകളിൽ പേര് ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വള്ളത്തിൽ ആള് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ പേരും അഡ്രസ്സും ഞങ്ങൾ പറഞ്ഞു. ഫൈനലിന് മുമ്പ് അങ്ങനെ ഒരു ആശങ്ക അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വള്ളത്തിലും തുഴച്ചിക്കാരുടെ പേര് അവർ വിളിച്ചു പറയണം. ഞാൻ തുഴയാനുണ്ട്. ഞാൻ പറയാം, അലൻ 3 വയ്ക്കൽ എന്റെ വീട് ഇന്നടത്ത് ഇന്ന വിയോ വിളിച്ചു പറയും. എന്റെ വള്ളത്തിലെ തുഴച്ചിക്കാർ വിളിച്ചു പറയും. മറ്റേ വള്ളത്തിലെ തുഴച്ചിക്കാർ വിളിച്ചു പറയോ? അത് NTBR സൊസൈറ്റിയിലെ അധികൃതരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങളൊപ്പം നിൽക്കുന്നത് പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണത്തെ ചാമ്പ്യനായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായ അലനാണ്. അലൻ ഹാട്രിക്ക് നേടിയാണ് എത്തിയിരിക്കുന്നത്. ഒരു ചെറിയ പ്രതിഷേധം, ഒരു ചെറിയ പരാതി, പരിഭവം അറിയിക്കാനുള്ളത്. ഈ ക്ലബിലുള്ള ഈ വള്ളത്തിലുള്ള ആളുകളുടെ പേരുകൾ വിളിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്യണം. പ്രൊഫഷണൽ കളിക്കുന്നതിന് മുമ്പ് എല്ലാ ടീമിലെ ആളുകളുടെ മുമ്പ് അത് ന്യായമായ കാര്യമല്ല. അമ്പയർമാരും ഓരോ വോട്ട് നിൽക്കുക, പേര് ചോദിക്കുക. പക്ഷെ അവിടെ വെച്ച് പേര് പറയുന്നതിന്റെ സ്ലാങ് അറിയുമ്പോൾ അവിടെ വെച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യണം. അതിനകത്തൊരു ആശങ്കയുള്ളത്. നമുക്ക് കാത്തിരിക്കാം. മാറ്റിക്കയറ്റാൻ പറ്റത്തില്ല, മലയാളികളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം. അപ്പൊ അല്ലെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ അവരെ അടിക്കും കേട്ടോ. അല്ല, താങ്ക് യു. അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കേരളം മറ്റൊന്നായി തീരും. ഇതൊരു ചരിത്രമായി മാറാൻ പോകുന്ന നിമിഷമാണ്. അത്രയും വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമാണ്. പോയിട്ട് വരൂ. ഇതിനകത്ത് മുന്നേ എല്ലാ പ്രൂഫെല്ലാം ഒരാഴ്ച മുന്നേ എല്ലാം കൊടുത്തതാ. എല്ലാ ക്ലബിലും നിങ്ങൾ കളിച്ചോളൂ. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾ പോയി കളിച്ചിട്ട് വന്നോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും ന്യായമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്നൊരു വേദി ഇതാണ്. പെട്ടെന്ന് പോയിച്ചെല്ലാം മാർക്കില്ല. അങ്ങോട്ട് ഞങ്ങളുടെ ബോട്ട് ഓടിക്കത്തില്ല. കളിച്ചിട്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കളിച്ചിട്ട് വരട്ടെ. അതാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ്. അത്തരം പരിഭവങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. അതൊക്കെ പരിശോധിക്കുക. NTBR സൊസൈറ്റി നിയമാവലി അനുസരിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ്. ഒരു കളിക്കാരെയും ഒരു ക്ലബിനെയും ഇകഴ്ത്താൻ നമ്മൾ തയ്യാറല്ല. അതേസമയം ഈ പുന്നമടക്കായലിന് തീപിടിപ്പിക്കുന്ന എല്ലാ കളിക്കാരുടെ ആവേശവും ഉണ്ടല്ലോ. എല്ലാവരും മനുഷ്യരാണല്ലോ. അതാണല്ലോ തെറ്റല്ലേ? കാരണം 25% നിബന്ധനയാണ്. നമുക്കത് ആ ഒരു കാര്യം അഡ്രസ് ചെയ്ത് തന്നെ പോകണം. കാരണം മത്സരത്തിന് ശേഷം വിജയമോ പരാജയമോ സംഭവിച്ചതിന് ശേഷം പറയേണ്ട ഒരു കാര്യമല്ല ഇത്. 25% എന്ന നിബന്ധന തെറ്റിച്ചിട്ടുണ്ട് എന്ന് 2 വള്ളങ്ങൾക്ക്, ഫൈനലിലെത്തിയ 2 വള്ളങ്ങൾക്ക് പരാതിയുണ്ട്. ഇതിനകം തന്നെ പരാതിയുണ്ട്. ഇതര സംസ്ഥാനക്കാർ കൂടുതൽ എന്നുള്ള ഒരു പരാതിയാണ് അവർക്കുള്ളത്. അപ്പോൾ നിബന്ധനകൾ കൃത്യമാണോ എന്ന് സംഘാടക സമിതി ഇപ്പോൾ തന്നെ പരിശോധിച്ചിട്ട് വേണ്ടേ ഫൈനലിലേക്ക് പോകാൻ? കേൾക്കണം. കാരണം അത് ഏതെങ്കിലും തരത്തിൽ നാളെ ഒരു വിവാദമായാൽ അത് ദോഷമുണ്ടാക്കാൻ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായിരിക്കും. അത് തീർച്ചയായിട്ടും എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ എല്ലാ ദൃശ്യങ്ങളും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇതിൽ ആരാണ് എന്നുള്ളത് ഈ മത്സരം കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 25% കൂടുതൽ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കിയ ഒരു ടീമിനാണ് 1ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ കളി നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ NTBR സൊസൈറ്റിക്ക് അത് നാണക്കേടാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. വള്ളംകളിയുടെ ശോഭ കെടുത്തരുത്. ഇപ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് 1ാം സ്ഥാനം കിട്ടുക 2ാം സ്ഥാനം കിട്ടുക എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ കളി നിയമം അനുസരിച്ച് ആര് കളിക്കുന്നു അവർക്ക് സമ്മാനം. അത് ശരിക്കും ഫൈനലിലേക്കാട്ട് മുന്നേ ഹീറ്റ്സ് മുതലേ നോക്കണം. സമയത്തിനാണല്ലോ. കാരണം ഇതിൽ എത്തപ്പെട്ട് അങ്ങനെ നോക്കണ്ടേ. ഈ ഫൈനലിലേക്ക് എത്തപ്പെട്ടെന്ന് നോക്കണ്ടേ. പരാതി പറഞ്ഞു. പക്ഷെ പള്ളാത്തുരുത്തിക്കാർ കടന്നില്ലെങ്കിരുന്നോ പറയുന്ന പ്രൊഫഷണൽസ് ആണ് മുഴുവനെങ്കിൽ പള്ളാത്തുരുത്തിക്കാർ അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒരു പരിഭവം അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ പരിഭവം കൂടി അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പൊ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് കളി നിയമങ്ങൾ അനുസരിച്ച് കളിക്കണം എന്നുള്ളതാണ്. അത്
സ്വാഭാവികമായ എല്ലാ മത്സരങ്ങളിലും അത്തരത്തിലുള്ള പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ തൽക്കാലം എടുക്കുക. മത്സരശേഷം നമുക്ക് എൻഡിബിആർ സൊസൈറ്റിയോട് പറയാനുള്ളത്, ഒരു കാരണവശാലും കളി നിയമങ്ങൾ ലംഘിച്ചവർ കപ്പടിച്ചു എന്നൊരു വിവാദം നാളെ ഉണ്ടാവരുത്. അത്രമാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ PBC സ്നേഹിക്കുന്നുകൊണ്ട് പറയുന്നതല്ല. ഈ വള്ളംകളി മത്സരത്തെ, നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തെ നാളെ വിവാദത്തിന്റെ പുകമറയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടാവും. തീർന്നിട്ടില്ല. ഏതെങ്കിലും ഹൈക്കോടതിയിൽ ഇപ്പോഴും കൊടുത്ത അല്ല വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൊടുത്ത കേസ് ഇപ്പോ ചമ്പക്കുളം ഐപ്പിനോട് കൂടി നമുക്കത് ചോദിക്കാം. അതായത് വള്ളത്തിൽ ഒരു നിശ്ചിത എണ്ണമാണുള്ളത്. ആ എണ്ണത്തിനപ്പുറം തുഴഞ്ഞിട്ടുണ്ടോ, ഈ ഹീറ്റ്സിൽ തന്നെ തുഴഞ്ഞിട്ടുണ്ടോ എന്ന ഒരു കാര്യം കൂടി എവിടെയുണ്ട്. ഈ പരാതിക്കൊപ്പം തന്നെ വരുന്ന കാര്യമാണ്. എണ്ണത്തിന്റെ കാര്യത്തിലും ഒരു ഏറ്റക്കുറച്ചിലുകൾ, അതായത് ഓരോ വള്ളത്തിലും അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ കയറിയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കാൻ പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വള്ളംകളി ഫൈനലിന് മുമ്പ് തന്നെ രേഖകൾ അതുപോലെ തന്നെ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ ആ പരിശോധനകളും നടക്കാൻ പോവുകയാണ്. UBCയും ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയല്ല, അതായത് രണ്ട് ടീമുകൾ പരാതി നൽകിയിരിക്കുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും ഏറ്റവും നന്നായിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനോട് 6 തുഴ അകലെ മാത്രം UBCയും പരാതി കൊടുത്തു. പുന്നമട ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം ചൂണ്ടിനെതിരെയാണ് പരാതി. പിന്നെ നമ്മുടെ ഈ പള്ളാത്തുരുത്തി ഏറ്റവും മനോഹരമായിട്ട് തുടങ്ങിയത് UBCയുടെ ഒപ്പമാണ്. അതായത് ഇപ്പൊ നടുഭാഗം പുറത്താവുകയാണെങ്കിൽ UBC കയറും. നടുഭാഗം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നിയമാവലി തെറ്റിച്ചാണ് ഫൈനലിലേക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ പരിശോധിക്കും. ആ പരിശോധിച്ച് നടുഭാഗത്തെ അയോഗ്യത കൽപ്പിച്ചാൽ വരാൻ പോകുന്നത് UBC ആയിരിക്കും. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇതെന്താണ് നെഹ്റു ട്രോഫിക്ക് 10 കോടി രൂപ അനുവദിച്ചു. ആരനുവദിച്ചു? മന്ത്രി മുഹമ്മദ് റിയാസ് 10 കോടി രൂപ അനുവദിച്ചു എന്നുള്ള നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. അപ്പൊ കൊള്ളാം മുഹമ്മദ് റിയാസ്, നല്ല കാര്യം. ഈ ആവേശം കണ്ട എങ്ങനെ അനുവദിക്കാതിരിക്കും? നമ്മൾ തന്നെ അനുവദിച്ചു. പൈസ ഉണ്ടായിരുന്നു, പൈസ ഇല്ലാത്തോണ്ട് അനുവദിക്കുന്നില്ല. അല്ല, ഇവിടുത്തെ വള്ളംകളി മാറ്റിവെച്ച് പൊന്നാനിൽ അങ്ങ് കോഴിക്കോട് കടപ്പുറത്ത് നടത്താൻ വേണ്ടി ഇരുന്നാണ്. അപ്പൊ ഞങ്ങളടക്കം കുട്ടനാട്ടുകാർ വലിയ രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു മുഹമ്മദ് റിയാസിനെതിരെ. ഇത്രയും കാണിച്ചു കൂട്ടി ഞങ്ങൾക്ക് എന്തുകൊണ്ട് പൈസ അനുവദിച്ചുകൂടാ? പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് ഇത്രയധികം ആൾക്കൂട്ടം അതിനൊരു പ്രായശ്ചിത്തമായി മന്ത്രി നേരിട്ട് വന്ന് ഇവിടെ നിന്ന് നേരിട്ട് പ്രഖ്യാപിച്ചു. 7 കോടി ഇതിന്റെ സർക്കാർ വക, പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വക, എല്ലാം കൂടി ചേർത്ത്. അല്ല ഡോക്ടർ അരുണേ, നമ്മുടെ വിനോദസഞ്ചാരത്തിന്റെ ഏത് വെബ്സൈറ്റ് തുറന്നാലും ആദ്യം കാണുന്ന ഈ മാസ്റ്ററിലെ ചിത്രമാണ്. നെഹ്റു ട്രോഫി പുന്നമടയിൽ നടക്കുന്ന ഈ വള്ളംകളി ഇല്ലാത്തൊരു ടൂറിസത്തെ കുറിച്ച് കേരളത്തിന് ചിന്തിക്കാൻ കഴിയില്ല. ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഇവന്റ് കേരളത്തിലില്ല. ഈ 7 കോടി രൂപ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ സമ്മാനത്തുക എന്ന് വർദ്ധിപ്പിക്കുക. 2 കോഴിമുക്ക് നാരായണാശാരി എന്ന് പറയുന്ന ഈ വള്ളങ്ങൾ നിർമ്മിച്ച ആ മനുഷ്യന്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുക. ഒരു ട്രോഫി ഇതിലെ ഏറ്റവും നല്ല തുഴച്ചിക്കാരനോ അല്ലെ പങ്കായക്കാരനോ അല്ലെ വള്ളക്കാരനോ ഏതെങ്കിലും ഒരു വള്ളത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഇത്രയും വള്ളം ഉണ്ടാക്കിയ ഒരു കുടുംബത്തിലെ ഒരാളുടെ പേര് ഒരു പാസ് ഇല്ലെന്ന് എന്റെ അറിവ്. അവർക്ക് ഇവിടെ കയറിയിരിക്കാൻ പാസ് ഇല്ലെന്നുള്ള. അപ്പോൾ ഇനിയിപ്പോ നമ്മളുടെ മുന്നിലുള്ളത് ഫൈനലാണ്. കണക്ക് ചോദിച്ചിരിക്കും. കാലാവസ്ഥ വളരെ മനോഹരമായ കാലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ട്രാക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്പം മങ്ങിയ ട്രാക്ക് ആയിരുന്നെങ്കിലും വലിയ വള്ളങ്ങൾ, ഓടിവള്ളങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഉഷാറാണ്. പ്രശ്നങ്ങളും പരാതികളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഫൈനൽ ട്രാക്കിന്റെ ലൈനപ്പ് ആയിരിക്കുകയാണ്. ലൈനപ്പ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുൺ. അപ്പോൾ ആ ലൈനപ്പ് ഇങ്ങനെയാണ്. ലൈനപ്പ് അനുസരിച്ച് വള്ളങ്ങൾ അണിനിരക്കുന്ന ഫൈനലിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനു മുൻപ് ലൂസേഴ്സ് ഫൈനൽ ഉണ്ട്. ഫൈനൽ ലൈനപ്പ് ഇങ്ങനെയാണ്. ട്രാക്ക് 1 മേൽപ്പാടം ചുണ്ടനാണ് PBCയുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ ട്രാക്ക് 1. രണ്ടാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടനാണ്. നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ. മൂന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം ചുണ്ടനാണ്. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ. വിയപുരം ചുണ്ടൻ 4ാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ 4ാമത്തെ ട്രാക്കിൽ. തീ പാറുന്ന പോരാട്ടത്തിലേക്ക്, നെഹ്റു ട്രോഫി വള്ളംകളിയിലേക്ക്, ഫൈനലിലേക്ക് നമ്മൾ എത്തുകയാണ്. 10 കോടി രൂപ അനുവദിച്ചതായി ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ കളറാകാൻ പോകുന്നു നെഹ്റു ട്രോഫി മത്സരം അടുത്ത വർഷം മുതൽ എന്നതാണ്. പുന്നമടയിൽ പൂരം അതിന്റെ ആവേശത്തിലേക്ക് എത്തുകയാണ്. ഇനി നിങ്ങൾ കണ്ണുനട്ട് കാത്തിരുന്നോളൂ. ഇനി അങ്ങോട്ട് ആവേശ കാഴ്ചകളുടെ നിമിഷങ്ങളാണ്. ജലോത്സവത്തിന്റെ യഥാർത്ഥ ആവേശത്തിലേക്ക്, ആവേശത്തിന്റെ പരകോടിയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഡോക്ടർ അരുൺ, ഈ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള ഒരു മത്സരം. പക്ഷേ അതിനായി ആവേശത്തോടെ പരസ്പരം ഓരോ ബോട്ടിന്റെയും അല്ലെങ്കിൽ ഓരോ വള്ളത്തിന്റെയും പേരിൽ പന്തയം കെട്ടിവരെ കാത്തിരിക്കുന്ന കാണികളല്ലേ അവിടെ?
നിരീക്ഷകർ പറയുന്നത്, നമുക്കതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും തന്നെ അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ. അപ്പൊ എന്തായാലും അപ്പോ വള്ളങ്ങളെല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാന തന്ത്രങ്ങൾ അതാണ് ഇനി അങ്ങോട്ട് പ്രധാനം. ഹീറ്റ്സിൽ കുറിച്ച സമയമല്ല, അവസാനത്തെ മത്സരത്തിൽ ഫൈനലിൽ എത്രത്തോളം ആയത്തിൽ നിങ്ങൾ തുഴ വീശി എറിയുന്നു, അതാണ് ഇനി കാത്തിരിക്കേണ്ട ആ ഒരു കാഴ്ച. ആ കാഴ്ചയിൽ ആരായിരിക്കും മുന്നിൽ എന്നതറിയാൻ നമുക്കും